നഴ്സിംഗ് മേഖലയാണ്. നഴ്സിംഗ് മേഖലയിൽ നമ്മൾ BSc നഴ്സിംഗ് ഉണ്ട്. BSc നഴ്സിംഗ് അത് കേരളത്തിൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അത് നഴ്സിംഗ്. പിന്നെ അതിനുശേഷം ആ സർട്ടിഫിക്കറ്റ് നഴ്സിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്താൽ നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ GNM ഉണ്ട്, ഇതും ഗവൺമെന്റ് അംഗീകൃത കോഴ്സാണ്. പിന്നെ ANM ഉണ്ട്, അസിസ്റ്റന്റ് നഴ്സ് മാനേജ്മെന്റ് പറഞ്ഞിട്ട്, അത് 2 വർഷത്തെ കോഴ്സാണ്, അതും ഗവൺമെന്റ് അംഗീകരിക്കുന്നുണ്ട്. ഇവര് അതിൻ്റെയും അതിനും അസിസ്റ്റന്റ് ഉണ്ടാക്കിയിട്ടാണ് ഇവര് പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ അതിന്റെ വിപത്ത് ഈ ക്വാളിറ്റി ഓഫ് ട്രീറ്റ്മെന്റിൽ നല്ലതായിട്ട് ബാധിക്കും. ഇപ്പോൾ അത് ബാധിച്ചില്ലെങ്കിലും ഇപ്പൊ ഈ ക്വാളിഫൈഡ് ആളുകൾക്ക് കേരളത്തിൽ നിൽക്കാൻ യാതൊരു നിർബന്ധമില്ല. ഇവരെ 3000-4000 ഇവരെ ജോലി കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വാളിഫൈഡ് ആളുകൾക്ക് കേരളത്തിൽ ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. അത് ഇവിടെ കേരളത്തിലെ ഹെൽത്ത് മേഖല അത് സീരിയസ് ആയി എടുക്കേണ്ട കാര്യമാണ്. കാരണം ആ രീതിയിൽ ഇവിടെ വർക്ക് ചെയ്തിട്ട് ആ രീതിയിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ആളുകൾ ഇവിടെ നിൽക്കൂല. അപ്പോൾ ഇപ്പൊ തന്നെ പുറത്തു ഇവിടെ ആരും ഇല്ല. അപ്പോൾ ഇവരെല്ലാം ഒരാൾ മനുഷ്യനും കേരളത്തിലില്ലാത്തൊരവസ്ഥ ഭാവിയിൽ വരാൻ പോവാണ് ഈ രീതിയിൽ ഈ സീരിയസ് ആക്കി ഗവൺമെന്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി ഡിപ്ലോമ MLT ആണെന്നുണ്ടെങ്കിലും അതിന്റെ ഡിഗ്രി ഉണ്ട്. അത് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അതിന് ഡിപ്ലോമ ഉണ്ട്, വേറെ അത് ബോർഡാവും കണ്ടക്ട് ചെയ്യുന്നത് ആ രീതിയിൽ. പിന്നെ ഇതിന് നമ്മൾ പല ആളുകൾക്കും വിദ്യാഭ്യാസമായി ഇപ്പം രക്ഷിതാക്കൾക്ക് അറിയില്ല. അപ്പോൾ നിങ്ങളൊരു കോഴ്സിന് ചേർത്താൻ പോകാന്നുണ്ടെങ്കിൽ ഇതിന്റെ അംഗീകാരം ഉണ്ടോ, ഒരു അംഗീകാരം തന്നെ വരുള്ളൂ. അപ്പോൾ കേരള BSc എഴുതാൻ പറ്റുമോ ചോദിച്ചാൽ മതി. കേരള BSc എഴുതാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഓല് ഇനി മറുപടി പറയും ഇല്ല എന്ന് പറയും. അത് ഗവൺമെന്റ് അംഗീകാര കോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് PSc അപ്രൂവ്ഡ് ആണ്. ആ രീതി കോഴ്സുകൾക്ക് ഈ BPharm, GNM ഇതിനൊക്കെ അസിസ്റ്റന്റ് ANM വരെ PSc അപ്രൂവ്ഡ് വേക്കൻസികൾ വരും. അപ്പോൾ അത് ഒരു ചോദ്യം ചോദിച്ചാൽ മതി. രണ്ടാമത്തെ ചോദ്യം ഗൾഫിൽ പോകാൻ പറ്റുമോ.